ഹായ് ഓൾ. കുറച്ച് കാലമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഓഗസ്റ്റിൽ ആ മഴയൊക്കെ പെയ്ത് വീടിൻ്റെ അവിടെയൊക്കെ വെള്ളമായി വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അന്ന് ബ്രേക്ക് ആയതാണ് ആ റുട്ടീനും കാര്യങ്ങളെല്ലാം. പിന്നെ തിരിച്ച് ട്രാക്ക് കയറാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. സ്റ്റിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത പോലെ നല്ല സ്മൂത്തായി പിക്ചർ പെർഫെക്റ്റോടു കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാക്കൊന്ന് മാറുക എന്ന് പറയുമ്പോൾ കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി എന്നെപ്പോലെ അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർക്ക്. കുറച്ച് കാലം ഇറ്റ്സ് ഓക്കെ, സാരമില്ലേ പോട്ടെ, ജെന്യൂൻ റീസൺ ഉള്ളത് കൊണ്ടല്ലേ, നമുക്കറിയാലോ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്, ലെറ്റ് ഇറ്റ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ പോവും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത് പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കാൻ തുടങ്ങും. സെൽഫ് ലവ് ഇല്ലാതെ, സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ നമ്മളെ തന്നെ അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ ബാക്ക് ടു നമ്മൾ ആ റൊട്ടീനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ സാധിക്കാം? കുതിര വെള്ളം കുടിക്കണമെങ്കിൽ കുതിര തന്നെ വിചാരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ അറിയണത് നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടതും നമ്മളെ പോസിറ്റീവായി വെക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡാണ്, ഇൻഡിപെൻഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസൊക്കെ ഞാൻ തന്നെയാണ് കണ്ടുപിടിക്കാറ്. ഒരു പരിധി വരെ അത് സക്സസ് ആവാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യങ്ങൾ വരും. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കുണ്ടായ പോലെ എൻ്റെ ചുറ്റും നെഗറ്റീവ്സ് മാത്രമായിരുന്നു. എങ്ങനെ നോക്കിയാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാലും അതിലും നെഗറ്റീവ്, അതിൻ്റെ മുകളിലും പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത സാഹചര്യങ്ങളുണ്ടാവും. സ്ട്രഗിളിൻ്റെ മുകളിൽ സ്ട്രഗിൾസായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് സഹായം വേണം, വേറെ ഒരാളുടെ സഹായം വേണം. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുക തന്നെ വേണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് സഹായം ചോദിക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട്, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പേർട്സ് ഇതിനായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെ സഹായം ചോദിക്കാം. എന്താണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ട് ഭയങ്കര ഹാപ്പിയായി നമ്മൾ പഴയ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല പ്ലാൻ ചെയ്ത പോലെ ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഹെൽത്ത്, അതാണ് നമ്മുടെ ആവശ്യം. അതിന് വേണ്ടിയിട്ട് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ചെയ്യാം. അങ്ങനെ കുറച്ച് പേരുടെ സഹായം കൊണ്ട് എനിക്ക് എൻ്റെ ആ ഒരു പഴയ ഡിസിപ്ലിൻ ട്രാക്കിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. എസ്പെഷ്യലി കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ മോളുടെ സഹായം കൊണ്ട്. ഇതുപോലെ പൂക്കളിടാൻ പറ്റാത്തവരും ഓണായിട്ട് പോലും മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പറ്റുന്ന പോലെ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാവാമല്ലേ നമ്മുടെ ഇപ്രാവശ്യത്തെ ആഘോഷങ്ങളെല്ലാം. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസൊക്കെ വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.